വിശ്വാസം സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ പിണറായി വിജയൻ ആ കസേരയിൽ നിന്നും ഒഴിഞ്ഞു പോകണം. തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനത്ത് പതിനായിരങ്ങളെ സാക്ഷി നിർത്തി ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ അമിത്ഷാ മുഴക്കിയ ഈ ഗർജനം വെറുമൊരു തിരഞ്ഞെടുപ്പ് പ്രസംഗമല്ല. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റിക്കുറിക്കാൻ പോകുന്ന ഒരു മാസ്റ്റർ പ്ലാനിന്റെ തുടക്കമാണ്. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം എവിടെ പോയി? ഭക്തർ കാണിക്കയായി നൽകിയ പവിത്രമായ ആഭരണങ്ങൾ ആരുടെയൊക്കെ അഴിമതി കേശിയിലേക്കാണ് ഒഴുകിപ്പോയത്? ഇത് വെറും ഒരു ആരോപണമല്ല. ഞാൻ FIR നേരിട്ട് കണ്ടു എന്ന് രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രി തന്നെ തറപ്പിച്ചു പറയുമ്പോൾ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ ആ രണ്ട് പ്രമുഖ മന്ത്രിമാർക്ക് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ പേടി സ്വപ്നമാണ് ബാധിച്ചിരിക്കുന്നത്. പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി പോലീസിനെ കൊണ്ട് FIR-ൽ വൈറസ് കലർത്തി പഴുതുകൾ ഉണ്ടാക്കിയെന്ന് അമിത്ഷാ തന്നെ വെളിപ്പെടുത്തുമ്പോൾ കേരളത്തിലെ ഭരണകൂടം നേരിട്ട് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. സ്വർണ്ണക്കടത്ത്, മാസപ്പടി, ലൈഫ് മിഷൻ അഴിമതികളുടെ പരമ്പരകൾക്ക് ശേഷം ഇതാ അയ്യപ്പന്റെ സ്വർണത്തിലും കൈയിട്ട ഒരു ഭരണകൂടം. മുനമ്പ് മുതൽ ശബരിമല വരെ, തീവ്രവാദ പ്രീണനം മുതൽ വൻകിട അഴിമതികൾ വരെ അമിത്ഷാ തുറന്നുവെച്ച ആ ഭീതിജനകമായ സത്യങ്ങൾ എന്തൊക്കെയാണ്? ഈ വീഡിയോയുടെ ഓരോ സെക്കൻഡും നിർണായകമാണ്. കേരളം ഇതുവരെ കാണാത്ത വലിയൊരു രാഷ്ട്രീയ സ്ഫോടനത്തിന്റെ ചുരുളഴിക്കാൻ പോവുകയാണ്. നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചെടുത്തതിനു ശേഷം ആദ്യമായി തലസ്ഥാനത്തെത്തിയ അമിത്ഷായ്ക്ക് ലഭിച്ച സ്വീകരണം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇത് വെറുമൊരു സന്ദർശനമല്ല, മറിച്ച് BJPയുടെ കേരളത്തിലെ മിഷൻ 2026-ന്റെ ഔദ്യോഗിക ഉദ്ഘാടനമായിരുന്നു. ഞാൻ പത്മനാഭസ്വാമിക്ക് മുന്നിൽ തൊഴാൻ വരുമെന്ന് വാക്ക് നൽകിയിരുന്നു, അതിന്ന് പാലിച്ചു എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ അതൊരു വിശ്വാസിയുടെ വാക്ക് മാത്രമല്ല, മറിച്ച് നൽകുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെ തന്നെ ആയാലും അത് നടപ്പിലാക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ശൈലിയാണ് അവിടെ നിഴലിച്ചത്. കേരളത്തിലെ BJP പ്രവർത്തകർ അനുഭവിച്ച ക്രൂരമായ രാഷ്ട്രീയ പീഡനങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചപ്പോൾ പ്രവർത്തകർ ആവേശത്തിലായി. കമ്മ്യൂണിസ്റ്റ് അക്രമങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും മുന്നിൽ പതറാതെ നിന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ ആത്മസമർപ്പണമാണ് BJPയെ ഇന്ന് അവിടെ എത്തിച്ചത്. അമിത്ഷായുടെ പ്രസംഗത്തിലെ പ്രധാന സന്ദേശം ഇതായിരുന്നു: ലോകം കമ്മ്യൂണിസത്തെ ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞു, ഇന്ത്യ കോൺഗ്രസിനെ കൈവിട്ടു, ഇനി കേരളത്തിന്റെ ഊഴമാണ്. കേരളത്തിൽ ഒരു BJP മുഖ്യമന്ത്രിയെ വാഴിക്കുക എന്നത് തന്റെ രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് ഷാ പ്രഖ്യാപിക്കുമ്പോൾ അത് പിണറായി വിജയന്റെയും VD സതീശന്റെയും ഉറക്കമാണ് കെടുത്തുന്നത്. ഇനി നമുക്ക് അമിത്ഷാ ഉയർത്തിയ ഏറ്റവും വലിയ രാഷ്ട്രീയ ആ ഒരു ആയുധത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രഹരത്തിലേക്ക് കടക്കാം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. കഴിഞ്ഞ കുറെ കാലമായി ഭക്തർക്കിടയിൽ സംശയമായിരുന്ന ഈ വിഷയം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഒരു പരസ്യ വെല്ലുവിളിയായി മാറ്റുകയാണ് ചെയ്തത്. ആരോപണത്തിന്റെ ഗൗരവം നോക്കുമ്പോൾ അമിത്ഷാ വെറും ഒരു രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം ഇന്ത്യയുടെ പോലീസ് സംവിധാനത്തിന്റെ തലവനാണ്. അദ്ദേഹം ഒരു FIR കണ്ടു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ കേസിൽ രഹസ്യമായി നീക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു എന്ന്. ശബരിമലയിൽ ഭക്തർ സമർപ്പിച്ച സ്വർണം പൂശുന്ന പ്രവൃത്തിയുടെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം തട്ടിയെടുത്തു എന്നാണ് ആരോപണം. മന്ത്രിമാരുടെ പങ്കിലേക്ക് വരാം. ആരാണ് ആ രണ്ട് മന്ത്രിമാർ എന്ന് എല്ലാവർക്കും അറിയാം: കടകംപള്ളി സുരേന്ദ്രനും വാസവനും. അപ്പോൾ അമിത്ഷാ പേര് പറഞ്ഞില്ലെങ്കിലും സൂചനകൾ വിരൽ ചൂണ്ടുന്നത് ദേവസ്വം വകുപ്പിന്റെ മുൻ മന്ത്രിമാരിലേക്കും ഇപ്പോഴത്തെ മന്ത്രിയിലേക്കുമാണ്. ഈ മന്ത്രിമാരെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി എന്തിനാണ് ഇത്രയധികം ആവേശം കാണിക്കുന്നത്? പ്രതികളെ സംരക്ഷിക്കാൻ ആ FIR-ൽ പഴുതുകൾ ഇട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ തുറന്നടിക്കുമ്പോൾ കേസ് കോടതിയിൽ എത്തുമ്പോൾ തോറ്റുപോകാമെന്ന് സർക്കാർ മുൻകൂട്ടി ഉറപ്പാക്കി എന്നാണ് ആരോപിക്കുന്നത്. ഇത് വിശ്വാസത്തിന്റെ മേലുള്ള കടന്നുകയറ്റമാണ്. അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിക്കാൻ കൂട്ടുനിൽക്കുന്നവർക്ക് കേരളം ഭരിക്കാൻ അർഹതയില്ലെന്ന് ഷാ തുറന്നടിച്ചു. ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ പിണറായിക്ക് ധൈര്യമുണ്ടോ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മുന്നിൽ CPM പകച്ചു നിൽക്കുകയാണ്. അഴിമതി മാത്രമല്ല, കേരളത്തെ കാർന്നു തിന്നുന്ന പ്രീണന രാഷ്ട്രീയത്തെയും അമിത്ഷാ കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെയും സാധാരണക്കാരെയും ഒരുപോലെ ബാധിച്ച മുനമ്പം വിഷയം അദ്ദേഹം ഉയർത്തിക്കാട്ടിയത് കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ മുഖം മൂടി അഴിച്ചു മാറ്റാനാണ്. പോപ്പുലർ ഫ്രണ്ട്, SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവരുടെ വോട്ട് ലക്ഷ്യമിട്ടാണ് LDF-ഉം UDF-ഉം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് മുനമ്പത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവരെല്ലാം ഭയപ്പെടുന്നത്. മുനമ്പത്തെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഭൂമി വഖഫ് ബോർഡ് കൈയടക്കാൻ ശ്രമിക്കുമ്പോൾ സർക്കാർ കാണിക്കുന്ന ഈ ഒരു മൗനം ഒരു ജനതയോടുള്ള ചതിയാണ്. മുസ്ലിം വനിതകൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ ഇവിടെ അവകാശമില്ലേ എന്ന ഷായുടെ ചോദ്യം കേരളത്തിലെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തെ തുറന്നു കാട്ടുന്നതായിരുന്നു. ഒരു വശത്ത് മതേതരത്വം പ്രസംഗിക്കുന്നു, മറുവശത്ത് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി അവിശുദ്ധ സഖ്യം ഉണ്ടാക്കുകയും ചെയ്യുന്ന പിണറായി സർക്കാരിന്റെ ഇരട്ടത്താപ്പ് അദ്ദേഹം പൊളിച്ചെടുക്കുകയും ചെയ്തു. കേരളത്തിലെ ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങളെ ഒന്നിപ്പിക്കാനുള്ള വലിയൊരു രാഷ്ട്രീയ നീക്കത്തിന്റെ തുടക്കമാണിത്.
കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നു എന്ന മുഖ്യമന്ത്രിയുടെ സ്ഥിരം പല്ലവിയും അമിത്ഷാ കണക്കുകൾ നിരത്തി അക്കമിട്ട് തകർത്തെറിഞ്ഞു. UPA ഭരണകാലത്ത് കേരളത്തിന് ലഭിച്ചതിനേക്കാൾ 300% വർധനവാണ് മോദി സർക്കാർ കേരളത്തിന് നൽകിയ പണത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ പണമൊക്കെ എവിടെ പോയി? അഴിമതിയിലും കമ്മീഷൻ ഇടപാടുകളിലും ഈ പണം മുങ്ങിപ്പോയി. കേരളത്തിലെ സാധാരണക്കാരന് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ല. പകരം സർക്കാരിന്റെ PR വാക്കുകൾക്കും ആഡംബരങ്ങൾക്കും വേണ്ടി ഈ തുക ഉപയോഗിക്കുകയാണ്. 2047ഓടെ ഭാരതം വികസിത രാഷ്ട്രമാകണമെങ്കിൽ കേരളവും വികസിക്കണം. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കീഴിൽ കേരളം കടക്കണിയിൽ മുങ്ങിയിരിക്കുകയാണ്. അതിലൂടെ രക്ഷപ്പെടുമെന്ന് സ്വപ്നം പോലും കാണണ്ട. അഴിമതിയും സ്വജനപക്ഷപാതവും അവസാനിപ്പിക്കാൻ BJPക്ക് മാത്രമേ സാധിക്കൂ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അമിത്ഷായുടെ ഈ സന്ദർശനം 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഫൈനൽ വാണിംഗ് ആണ്. കേരളത്തിൽ BJP അധികാരത്തിൽ വരുന്നത് തടയാൻ ഇനി ആർക്കും കഴിയില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഇടതും വലതും മാറി മാറി ഭരിച്ച് കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി, മുടിപ്പിച്ചു, നശിപ്പിച്ചു. പരസ്പരം സഹായിക്കുന്ന ഒരു മാച്ച് ഫിക്സിംഗ് രാഷ്ട്രീയമാണ് കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. ശബരിമല കേസിലും അഴിമതി കേസുകളിലും കോൺഗ്രസും CPM-ഉം ഒത്തുകളിക്കുകയാണ്. സോണിയാഗാന്ധിയുടെ പങ്കും നമ്മൾ അറിഞ്ഞതാണല്ലോ. ഈ ഒത്തുകളി അവസാനിപ്പിക്കാൻ BJPക്ക് മാത്രമേ സാധിക്കൂ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. BJP ഇല്ലാതെ കേരളത്തിൽ വികസനം സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം ജനങ്ങളും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ്. ക്രിസ്ത്യൻ വിഭാഗങ്ങൾ BJPയുമായി അടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അമിത്ഷാ ഉയർത്തിയ ആ ചോദ്യങ്ങൾക്കെല്ലാം, ആരോപണങ്ങൾക്കും കൃത്യമായി മറുപടി നൽകാൻ നമ്മുടെ സർക്കാരിന് കടമയുണ്ട്. പക്ഷേ കടക്ക് പുറത്തെന്നാണല്ലോ എപ്പോഴും മറുപടി. ശബരിമലയിലെ സ്വർണം എവിടെ പോയി? ആ 2 മന്ത്രിമാർക്ക് എന്ത് ശിക്ഷ ലഭിക്കും? FIR-ലെ പഴുതുകൾ ഇട്ടത് ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ്? മുനമ്പം വിഷയത്തിൽ എന്തുകൊണ്ട് സർക്കാർ മൗനം പാലിക്കുന്നു? വോട്ട് ബാങ്കിന് വേണ്ടി ഭീകരവാദ സംഘടനകളെ പ്രീണിപ്പിക്കുന്നത് എന്ന് നിർത്തും? മിനി പാകിസ്ഥാൻ ആക്കുന്നതിൽ എന്ത് മറുപടിയുണ്ട്? കേരളത്തിന്റെ വികസനം എന്തുകൊണ്ട് സ്തംഭിക്കുന്നു? ഈ ചോദ്യങ്ങൾ ഓരോ മലയാളികളുമാണ് അദ്ദേഹം എത്തിച്ചിരിക്കുന്നത്. കേരളം മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വാസം ചതിക്കുന്നവർക്ക് ഇനിയും അധികാരം നൽകണമോ? അഴിമതിയില്ലാത്ത വികസനമുള്ള ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കാൻ BJPക്ക് മാത്രമേ സാധിക്കൂ. പിണറായി വിജയൻ ഇപ്പോൾ പ്രതിരോധത്തിലാണ്, അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാണ്. സ്വർണ്ണക്കടത്ത് മുതൽ ശബരിമല സ്വർണം വരെ നീളുന്ന ഈ അഴിമതി ശൃംഖലയെ ഉടനെ തന്നെ തകർക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകുന്ന സന്ദേശം. അപ്പോൾ നിങ്ങളും ഈ വിഷയത്തിൽ ചിന്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അമിത്ഷായുടെ ഈ കടന്ന ആക്രമണത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? പിണറായി സർക്കാർ രാജിവെക്കണമെന്ന ആവശ്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. കേരളത്തിലെ രാഷ്ട്രീയ സത്യങ്ങൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.